എടുത്തിരിക്കുന്നത് 3/4 കപ്പ് റവയാണ്. നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന ആ റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗോതമ്പ് പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ്, ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചതാണ്. പിന്നെ ഒരു 1/4 കപ്പോളം അരിഞ്ഞിട്ട മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ വറ്റൽമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാറ്റ് മസാലയാണ്, അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല നിർബന്ധമൊന്നുമില്ല, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാലയോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ പൂരി ഉണ്ടാക്കിയിട്ട് നമുക്ക് വറുത്ത് കോരാൻ ഓയിലും ആവശ്യമാണ്. ആദ്യം നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ നടുവിൽ ഇങ്ങനെ കുറച്ചൊരു വേവ് കുറവുള്ളതുണ്ടെങ്കിൽ അങ്ങനെ കട്ടയായിട്ടൊന്നും നോക്കില്ല. അപ്പം ഇങ്ങനെ ഇതാണ് ഏറ്റവും എളുപ്പം. അപ്പം ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുഴക്കൽ പരിപാടികൾ തുടങ്ങാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് റവ ഇട്ടിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് ചൂടുവെള്ളം. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കുകയാണ്. അപ്പോഴത്തേക്ക് റവയൊക്കെ നല്ല രീതിയിൽ കുതിർന്നു വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റവ ഇട്ട ബൗളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ജീരകം, വറ്റൽമുളക് ചതച്ചത്, ചാറ്റ് മസാല, പിന്നെ മല്ലിയില. ഇനിയിപ്പോൾ ഈ വറ്റൽമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഗോതമ്പ് ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കുഴച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടെ എന്താ പറയുക, വെള്ളം കുറച്ചൊന്ന് കൂടുതലായി തോന്നിയപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, നമുക്ക് അറിയാമല്ലോ പൂരിയൊക്കെ ഉണ്ടാക്കേണ്ട ഒരു പാകം. അപ്പം അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം നല്ല രീതിയിൽ കുഴച്ചെടുത്തു. നമുക്ക് ഇതൊന്ന് കുറച്ചെടുത്ത് ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാൻ ഉരുട്ടി ഓരോ ഉരുളകളായി എടുത്ത് പരത്തിയെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ പ്രഷറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തി പരത്തുന്ന അതുപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പൊടി തൂവിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓയിൽ നല്ല പോലെ ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചെടുക്കാം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പൂരി എണ്ണ കുടിക്കും കേട്ടോ. നല്ല ചൂടാവട്ടെ. ഇത് 2 ഭാഗവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നെടുത്തിട്ട് ആക്കാം. കണ്ടോ, നല്ല രീതിയിൽ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ലെയറായി അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.